സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ എല്ലാ മാസവും മുടങ്ങാതെ 1600 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. 5 മാസത്തിലെ കുടിശ്ശിക ഇനത്തിൽ ഇനി 2 ഗഡു കുടിശ്ശികയായ 3200 രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത്. വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ NSAP പെൻഷൻ ഗുണഭോക്താക്കളായ 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷനും കുടിശ്ശിക ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിനായി 2025 ഓഗസ്റ്റ് മാസം 24 മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തുവന്നതിന് പിന്നാലെ 50% ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ തന്നെ എത്തിച്ചേരും. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ 1 ഗഡു കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധവാ പെൻഷൻ ഇനത്തിൽ നിരവധി ആളുകൾ അനർഹമായി തുക കൈപ്പറ്റുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അനർഹരെ കണ്ടെത്തുന്നതിനുള്ള കർശന പരിശോധന കൂടുതൽ സജീവമാക്കും. ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 100 മുതൽ 150 രൂപയുടെ വരെ വർധനവുണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1600 രൂപ വീതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 1700 മുതൽ 1750 രൂപ വരെ എത്തിച്ചേരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്വന്തമായി 5 സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യ വിതരണം കൂടി ആരംഭിക്കുകയാണ്. കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് KYC, ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുകയും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള 25 ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 2000 രൂപ വീതം എത്തിച്ചേരും. നേരത്തെ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എല്ലാ പ്രോസസ്സിംഗും പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന തുക കൂടി ചേർത്ത് 4000 രൂപ വരെ കഴിഞ്ഞ തവണ എത്തിച്ചേർന്ന അതേ രീതിയിൽ തന്നെ എത്തിച്ചേരും. പ്രധാനമന്ത്രി നിർവഹിക്കുന്ന ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ മതിയായ രേഖകളുമായി കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും പെൻഷൻ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.